ഹലോ, എല്ലാവർക്കും ഗൗരീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മലബാർ സ്റ്റൈൽ സ്നാക്കാണ്, ഇറച്ചി പത്തിരി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് മുറിച്ച് പുഴുങ്ങിയാണ് എടുക്കുന്നത്, വെള്ളത്തിലിട്ട് പുഴുങ്ങിയാണ് എടുക്കുന്നത്. അതല്ലാതെ മൊത്തത്തിൽ പുഴുങ്ങിയിട്ട് ഉടച്ച് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കിയാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ കുറച്ച് ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് ഇത് ഇത്രയും ചേർത്ത് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി വെച്ചിരുന്നിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് വേവിച്ചെടുത്തിട്ട് അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി ഞാനിത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് ലെങ്ത് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് അതും കൂടെ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. കുറച്ച് തരിതരിപ്പായിട്ട്, ഒരുപാട് പേസ്റ്റ് ആവരുത്, ഇങ്ങനെ തരിതരിപ്പായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തു, ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് വേണ്ടത്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ്, സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഇനി നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 ടീസ്പൂൺ എണ്ണ, അതായത് ഓയിലാണ് ഞാൻ ചേർത്തേക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കാം. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്താലും മതിയാവും. ഇതിപ്പോൾ ഞാൻ നീളത്തിന് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഒരു ചെറിയൊരു 1/2 ടീസ്പൂൺ തന്നെ മതിയാവും, ഒരുപാട് ഫ്ലേവർ വേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാൻ ഇറച്ചി വേവിച്ചപ്പോൾ ഇറച്ചി ഫ്രൈ ചെയ്തപ്പോൾ അപ്പോൾ അതിനകത്ത് ഞാൻ ചേർത്തിരുന്നു. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ ഇനി നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുണ്ട്. പൊടികളൊക്കെ വളരെ കുറച്ച് മതിയാവും. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് കുരുമുളക് പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇറച്ചി കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാണ്ട് വേവിച്ചെടുത്താലും മതിയാവും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി അധികം വേകേണ്ട ആവശ്യമില്ല, കാര്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാം നന്നായിട്ട് വെന്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ വട്ടത്തിൽ പരത്തിയിട്ട് അതിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് വേറൊരു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട്, വേറൊരു പത്തിരി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ച് സ്റ്റഫ് ചെയ്ത് വട്ടത്തിലെടുക്കാൻ പറ്റും. പിന്നെ അതല്ലെങ്കിൽ ചെറുതായിട്ട് കോൺ ഷേപ്പിൽ മുറിച്ചിട്ട് ഡിസൈനൊക്കെ കൊടുത്ത് എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ കോൺ ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ എൻ്റെ സൈഡ്സൊക്കെ ഒന്ന്
മുറിച്ച് മാറ്റിയിട്ട് എടുക്കുക. അങ്ങനെ മുറിച്ച് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ വലിയ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ സമൂസയ്ക്ക് ഫില്ല് ചെയ്യുന്ന പോലെ ഇങ്ങനെ കോൺ ഷേപ്പിൽ ഒന്ന് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് വിട്ടുപോകാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കണം. പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി, അത് ഒട്ടി ഇരുന്നോളും. ഇപ്പോൾ മൈദ കൊണ്ട് ചേർത്തത് കൊണ്ട് നമുക്ക് ഇത്തിരി ഒന്ന് സ്ട്രെച്ച് ചെയ്യും, മാവ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വലിച്ചു നീട്ടി ഒട്ടിക്കാനൊക്കെ പറ്റും. ഗോതമ്പ് പൊടി മാത്രമാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ തൊട്ട് ഒന്ന് സീൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വേറെ ഒരെണ്ണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിത് കോൺ ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചിട്ട് ഇനി ഇത് പോക്കറ്റ് പോലെ ഇരിക്കും. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിത് ഫില്ലിങ് ഇതിനുള്ളിലേക്ക് വെച്ച് സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് ഉള്ളിലേക്ക് ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെള്ളമൊക്കെ തൊട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ സൈഡൊക്കെ നമുക്ക് ഡിസൈനൊക്കെ കൊടുക്കാം കേട്ടോ. ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡിസൈനൊക്കെ കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കാണ്. ഇത് ഇറച്ചി ചിക്കനാണ് ഞാൻ ഇപ്പോൾ ചേർത്തേക്കുന്നത്. വേണമെങ്കിൽ ബീഫ് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത തവണ കാണുന്നവരേക്കും ടാറ്റാ.